ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണെന്ന് വ്യോമസേന അറിയിച്ചു. വിശദാംശങ്ങൾ പിന്നീട് പങ്കുവയ്ക്കും. വെടിനിർത്തൽ കരാറിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. വെടിനിർത്തൽ കരാറിന്റെ സാഹചര്യം പരിശോധിച്ചാൽ കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദി ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചതോടെയാണ് പാകിസ്ഥാൻ ചർച്ചയ്ക്ക് നിർബന്ധിതമായത്. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാകിസ്ഥാനാണ് അറിയിച്ചത്. ഇന്ത്യ സന്നദ്ധത അറിയിച്ചത് 3:30-നാണെന്നും അതിനു മുമ്പ് 1 മണിക്കാണ് പാകിസ്ഥാൻ ഇത് സന്നദ്ധത അറിയിച്ചതെന്നും ഇന്ത്യയുടെ വിശദീകരണം എത്തുന്നു, കരസേനയുടെ വിശദീകരണം എത്തുന്നു. അതേസമയം സൈനിക മേധാവികളുടെ സംയുക്ത വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ഉണ്ടാകും. അതേസമയം പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് ആക്രമണം നടത്തിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സ്ഥിരീകരിക്കുന്നു. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ആദ്യം ഈ വെടിനിർത്തലിലേക്ക് ഇന്ത്യ നീങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യയുടെ വിശദീകരണം, കരസേന പറയുന്ന കാര്യങ്ങൾ അടക്കമുള്ളവയിലേക്ക് പോയാൽ. അജിംഷാദ്, തീർച്ചയായും ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം നിരവധി സാങ്കേതിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ സേനാ വിഭാഗങ്ങളും അതോടൊപ്പം കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കൃത്യമായിട്ടുള്ളൊരു തിരിച്ചടി പാകിസ്ഥാന് നൽകാൻ ഇന്ത്യക്ക് ആയിട്ടുണ്ട്. പ്രധാനമായും ലഷ്കർ ഇ തൊയ്ബയുടെയും അതോടൊപ്പം ISIയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും പ്രധാനപ്പെട്ട മേഖലകളും കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർക്കാൻ ഇന്ത്യക്ക് ആയിട്ടുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് ഏറെ കൃത്യതയോടെയും അതോടൊപ്പം കർക്കശമായിട്ടുള്ള പരിശോധനയിലൂടെയും തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സേനാ വിഭാഗങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ യുദ്ധ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാങ്കേതികവും സൈന്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാൻ വളരെ താഴെയാണ് എന്നുള്ളൊരു വിമർശനവും ഇപ്പോൾ ഇന്ത്യൻ സേനാ വിഭാഗങ്ങളും അതോടൊപ്പം കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളും തുടർന്നു വരികയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ ഇന്ത്യക്ക് ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ റാഹൽ ഖാനിലുള്ള എയർബേസ് പൂർണ്ണമായും തകർക്കാൻ ഇന്ത്യക്ക് ആയിട്ടുണ്ട്. അതോടൊപ്പം മറ്റു മേഖലകളിലുള്ള എയർബേസുകളും ഇന്ത്യക്ക് തകർക്കാനായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതേസമയം ഈ വെടിനിർത്തൽ കരാറിലേക്ക് നീങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന വിവരങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് 7-ാം തീയതി കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തുകയും പിന്നീട് 9-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ, അതായത് നിങ്ങളുടെ സുപ്രധാനപ്പെട്ട ഭീകരാക്രമണത്തിൻ്റെ കേന്ദ്രങ്ങൾ തകർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ത്യ പാകിസ്ഥാനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഒരു സമവായ ചർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയായിരുന്നു. പ്രത്യേകിച്ചും അമേരിക്കയും അതോടൊപ്പം സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു നീക്കത്തിനാണ് പാകിസ്ഥാൻ മുന്നോട്ട് വന്നത്. പ്രധാനമായും അത്തരത്തിലുള്ള ഒരു നീക്കം പാകിസ്ഥാൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. കാരണം JD വാൻസുമായി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരു സമവായ ചർച്ചയ്ക്ക് ഇടപെടണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്ന സൂചനകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അതേസമയം ഈ ഭീകരവാദത്തിനെതിരെയുള്ള ഓപ്പറേഷൻ സിന്ദൂറിൽ ഉറച്ചു നിൽക്കുന്നതെന്ന നിലപാട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാകിസ്ഥാൻ അറിയിക്കുകയും പിന്നീട് 3:30 സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഇന്ത്യ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു നീക്കം നടത്തുകയും ചെയ്തിട്ടുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ, അതായത് കരാർ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ തീർച്ചയായും വെടിനിർത്തൽ പാലിക്കുമ്പോൾ തന്നെ എന്താണ് ഭീകരവാദത്തിനെതിരായുള്ള ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന് തന്നെയാണ് വ്യോമസേന അറിയിക്കുന്നത്. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് ഇപ്പോൾ അബ്ദുൾ റഷീദ് നൽകിയത്.